ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2 ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കുറച്ച് ഞാൻ പോകുന്നതെന്നൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല. ഒരു സ്പീഡപ്പ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം നമുക്ക് പ്രൊമോ ആയിട്ടാണെങ്കിലും അങ്ങോട്ട് പറയാനായിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ വരുന്നില്ല. പക്ഷേ ബേസ് നമ്മുടെ പാണ്ഡ്യൻ 2 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ചില ക്യാരക്ടേഴ്സ് കുറച്ച് സീരിയസ് റോളും കുറച്ച് കോമഡി ആയിട്ടൊക്കെ അങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഉദയഭാനുവിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കോമഡി ആയിട്ടാണ് നമ്മളെ മലയാളത്തിൽ കാണിക്കുന്നത്. അതേസമയം തമിഴിൽ ഭയങ്കര സീരിയസ് വില്ലൻ റോള് പോലെയൊക്കെയാണ് അവരെ കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ ദേവി നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്. കുറച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ഇതായിട്ടാണ് പാണ്ഡ്യൻ 2 കാണിക്കുന്നത്. അപ്പം സ്റ്റോറി ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ക്യാരക്ടേഴ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ കുറെ സീനുകളും കാര്യങ്ങളും പറഞ്ഞത് വരാൻ ഇനിയും സമയമായിട്ടില്ല. അപ്പൊ അതൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ ചില സീനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഥ പറയുന്നതിൽ ഇങ്ങനെ ഒരു എന്താ പറയണ ഒരു അവിയൽ പരുവത്തിലായി പോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. നിങ്ങൾക്ക് അതുണ്ടോ എന്ന് അറിയില്ല. എന്താണെങ്കിലും കമന്റ് ബോക്സിലോട്ട് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സാന്ത്വനം 2 പുതിയ വിശേഷത്തിലോട്ട് പോകാം. അതായത് നമ്മുടെ മീനു ആകാശിനോട് മനസ്സ് തുറന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ആകാശാല നമ്മുടെ ആനന്ദേട്ടനും ദേവിയേട്ടത്തിയും തമ്മിൽ എന്തോ ഒരു സംതിങ് ഉണ്ട്. അവരുടെ ഒരു ജീവിതം അത്ര സുഖകരമായിട്ടല്ല പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയാണ്. കാര്യം വേറൊന്നുമില്ല, അവര് തമ്മിൽ ഒന്ന് ഒരുമിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അവര് തമ്മിൽ കുറച്ചു നേരം ഒറ്റയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതിലോട്ടൊന്നും അങ്ങനെയൊന്നും വരുന്നില്ല. മുമ്പൊന്നും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്നു അവർ രണ്ടുപേരും. അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് ഇങ്ങനെ ആകാശിനോട് പറഞ്ഞുവെങ്കിലും ആകാശ് പറഞ്ഞു അത് നിന്റെ തോന്നലാകാം. അപ്പൊ മീനു പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷേ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ കുറ്റബോധം ആനന്ദേട്ടനെ ചിലപ്പോൾ ദേവിയേട്ടത്തിയുടെ ഉള്ളിൽ ഒരു ദേഷ്യം വരുത്തിക്കുന്നതാണോ ദേവിയേട്ടത്തിയെ ഓർക്കുമ്പോ, ആനന്ദേട്ടന് ആ ഒരു ദേഷ്യമാണോ ഇനി ദേവിയേട്ടത്തിയോട് കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് മീനുവിന്റെ ഉള്ളില്. അപ്പൊ ആകാശ് പറയുന്നുണ്ട്, നിന്റെ തോന്നലാണെങ്കിലും അത് അങ്ങനെയാണെങ്കിൽ ഇനി ആനന്ദേട്ടന് ഈ ഒരു കാര്യം, അതായത് കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം അലോകാണ് എന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വെറുതെ കുടുംബത്തിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സംസാരത്തിൽ മീനു അടങ്ങുന്നില്ല കേട്ടോ. മീനു പിന്നെയും ചിന്തിക്കുന്നുണ്ട്, ഇല്ല ഇത് ഞാൻ കണ്ടുപിടിക്കും. അവര് തമ്മിൽ എന്തോ അവര് തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവീനെ നമ്മുടെ മീനു നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പം പതിവില്ലാണ്ട് അങ്ങനെ വിളിക്കുമ്പോ ദേവി എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് മീനാക്ഷി നമ്മുടെ ദേവീനെയും കൊണ്ട് അങ്ങനെ പോവാണ്. അപ്പോ എന്നിട്ട് നമ്മുടെ ദേവിയോട് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേവിയേട്ടത്തി സത്യം പറയുമെന്ന് ചോദിച്ചു. അതെന്താ മീനോ അങ്ങനെ നീ ചോദിക്കണേ? ഞാൻ കള്ളം പറയില്ല, നീ എന്താണെങ്കിലും എന്നോട് ചോദിച്ചു എന്ന് പറയും. അപ്പൊ മീനു ചോദിക്കാണ്, അതെ ആനന്ദേട്ടനുമായിട്ട് ദേവിയേച്ചിക്ക് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദേവിയുടെ മുഖം മാറുകയാണ് കേട്ടോ. അത് നമ്മുടെ മീനു ശ്രദ്ധിക്കുന്നുണ്ട് ആ ചോദിച്ചതില്. അപ്പോഴേക്കും നമ്മുടെ ദേവി ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പം മീനു ചോദിക്കും, ഏയ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തമ്മിൽ എന്തോ സംതിങ് ഒരു ചേർച്ചക്കുറവ് കുറച്ച് ദിവസമായിട്ട് എന്റെ ശ്രദ്ധയിൽ അത് പെടുന്നുണ്ട്. ഞാൻ നിങ്ങളെ രണ്ടുപേരെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ട്, പറ ദേവി ചേച്ചി, എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കണ്ടെത്താന്ന് പറയേ. അപ്പം നമ്മുടെ ദേവി പറയുന്നുണ്ട്, ഇല്ല മോളെ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, നിനക്ക് തോന്നുന്നയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ദേവി അടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇനി കുഞ്ഞിന്റെ കാര്യത്തിലാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് നമുക്ക് എല്ലാവരോടും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ആനന്ദേട്ടനെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. അതിന്റെ പേരിൽ ദേവിയേട്ടത്തെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ എങ്കിൽ പറയ്, എന്താണെങ്കിലും പറയ്. നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനുള്ളതല്ലേ. അത് അങ്ങനെ ഇങ്ങനെ പോകുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഉറപ്പാണ് ദേവിയേട്ടത്തി, നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ടല്ല പോകുന്നതെന്ന്. പക്ഷെ ദേവി ഒരു പിടുത്തം കൊടുക്കുന്നില്ല കേട്ടോ മീനുവിന്. പക്ഷെ ലാസ്റ്റ്
ലാസ്റ്റ് ദേവിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കുഞ്ഞിന്റെ ഒരു പ്രശ്നം, അതായത് ദേവി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ, അങ്ങനെ കുഞ്ഞിന്റെ ഒരു പ്രശ്നം ഈ പറഞ്ഞത് കൊണ്ട് ചിലപ്പോ ആനന്ദേട്ടൻ അത് കേൾക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് എന്നോട് ഒരു അലിവ് ആനന്ദേട്ടന് വരില്ല. കാരണം ഞാനും എന്റെ അച്ഛനും അമ്മയും ഒക്കെ ആനന്ദേട്ടനോട് ചെയ്ത ആ ക്രൂരത ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് പോലെയാണ് ആനന്ദേട്ടൻ കൊണ്ടു നടക്കുന്നത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ കുഞ്ഞിന്റെ കേസ് അറിഞ്ഞത് കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല എന്നുള്ള തോന്നല് ദേവിക്കുണ്ട്. അപ്പൊ നമ്മുടെ മീനു ചോദിക്കും, എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കള്ളം എന്നോട് പറയാനാണോ? അപ്പൊ പറയാം, അല്ല മോളെ, അല്ല. അപ്പൊ പറയും, പിന്നെ എന്താ സത്യം എന്ന് വെച്ചാൽ എന്നോട് പറയാ ദേവി ഏട്ടത്തി പറയുന്നത്. അപ്പം പക്ഷെ ദേവി അങ്ങും ഇങ്ങും ഇല്ലാത്ത കണക്കൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോ അതൊക്കെ മീനുവിന് തടുതപ്പയാണ്. ഒടുവിൽ മീനാക്ഷിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ ശരിക്കും ഉള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഈ ചിന്ത നമ്മുടെ ആര്യനും ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ആനന്ദേട്ടനും ദേവിയേട്ടത്തിയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഗോമതിക്കും തോന്നായികൊന്നുമില്ല. പക്ഷെ ഗോമതി ചില സമയം ഇവരുടെ പെരുമാറ്റം കാണുമ്പോ അത് എനിക്ക് തോന്നിയതാകും എന്ന ഒരു ചിന്താഗതിയിൽ ഗോമതി എത്തുന്നുണ്ട്. അപ്പം ഇതിനൊരു കറക്റ്റ് സൊല്യൂഷൻ എത്തണമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ദിവസം ആലോചിക്കുകയാണ്, ഇവര് തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ മീനും മിത്രയും ആര്യനും ആകാശും ഒക്കെ ചേർന്നിട്ട്. അങ്ങനെ മീനാക്ഷി ഇതിനെ തുടർന്ന് ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് കേട്ടോ. മീനു അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ആനന്ദിന്റെയും അതുപോലെ നമ്മുടെ ദേവിയുടെ ഒക്കെ പുറകെ അതിന്റെ ഒരു അന്വേഷണം പോലെ ഇതിനെ ചെകഞ്ഞ് പോകുന്നുണ്ട്. അപ്പോ ഇതിനിടയില് മീനുവിന് തോന്നിയൊരു കാര്യം, മറ്റുള്ളവരുടെ അഭിപ്രായം ഇനി ചോദിക്കണ്ട. ഒരു പക്ഷേ കുഞ്ഞിന്റെ ആ നഷ്ടപ്പെടല് ആനന്ദേട്ടന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും. അതാണ് കേസെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ, ആരോടും ആകാശിനോട് പോലും ഞാൻ അഭിപ്രായം ചോദിക്കുന്നില്ല. ഞാൻ ആ സത്യങ്ങളെല്ലാം അലോകാണ് ഇതിന്റെ കാരണക്കാരനെന്ന് ആനന്ദിനോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ പല അവസരങ്ങൾ വന്നെങ്കിലും മീനുവിന് അത് പറയാനായിട്ട് അങ്ങോട്ട് കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ മീനു ഇങ്ങനെ ആനന്ദിന്റെ പുറകെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് പറയാനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവാണ്. ആ സമയത്താണ് നമ്മുടെ ആനന്ദിന്റെ മനസ്സിൽ ദേവിയെ പൂർണ്ണമായിട്ടും ആനന്ദ് മനസ്സിൽ നിന്ന് അങ്ങ് അവോയ്ഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്കൊരിക്കലും ഇനി അവളെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ സ്വയം തെരഞ്ഞെടുത്ത ഒരു ജീവിതമല്ല, എന്റെ അച്ഛൻ എനിക്കായി കൊണ്ടുവന്നതാണ്. പക്ഷെ എന്റെ അച്ഛനെയും എന്റെ ഈ ദേവമംഗലം കുടുംബത്തെയും എല്ലാം ഒന്നടങ്കം ഒരു വിഡ്ഢികളാക്കി കബളിപ്പിക്കുന്ന ഈ ഒരു കുടുംബത്തെ ഇനി എന്റെ കുടുംബത്തെ വെക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണോന്നറിയില്ല. ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ആനന്ദ് നിൽക്കുന്നത്. ദേവിയോട് ഒരു അല്പം പോലും ഒരു കരുണയോ സ്നേഹമോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. ആകെ ഒരു വെറുപ്പും വിദ്വേഷവും മാത്രം. അങ്ങനെ നമ്മുടെ ആനന്ദ് അമ്പലത്തിൽ ഒരു ദിവസം പോവാണ് കേട്ടോ. ഈ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ആനന്ദിന് കല്യാണത്തിന് മുന്നേയായിട്ട് ഒരു കാമുകി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അവരുടെ ജീവിതം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ലൈഫ് കല്യാണം കഴിഞ്ഞു, പക്ഷെ അത്ര ഒരു നല്ല ദാമ്പത്യ ജീവിതമല്ല. അപ്പൊ അവരൊരു വിവാഹ മോചനത്തിലോട്ട് വക്കിലെത്തി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഈ കാമുകി. അപ്പൊ ആനന്ദ് ഇങ്ങനെ അവിചാരിതമായിട്ട് ഈ ലേഡിയെ കാണുകയും വീണ്ടും അവര് ആ പഴയ ഒരു സൗഹൃദം അവിടെ വരെയാണ്. അപ്പൊ ആനന്ദ് കാണുകയും അങ്ങനെ പിന്നീടും കാണാനുള്ള ഒരു അവസരമൊക്കെ വരുന്നു. അങ്ങനെ അവര് തമ്മിൽ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവര് ഫോണിലൂടെ സംസാരിക്കുന്നു, പലയിടത്തും കണ്ടുമുട്ടുന്നു. അങ്ങനെ അവരുടെ ആ ഒരു പഴയ ലോകത്തോട്ട് പോയതുപോലുള്ള ഒരു ഫീലിങ്സ്, ഇതൊക്കെ നമ്മുടെ മീനുവിന്റെ കണ്ണിൽ പെടുകയാണ് കേട്ടോ. ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള കാര്യം, ആനന്ദിന്റെ ഈ പഴയകാല ഒരു റിലേഷനൊക്കെ മീനുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ ആനന്ദ് ഒരു ദിവസം ഈ പഴയ കാമുകിക്ക്, അതായത് അവരുടെ ജീവിതം അവരെന്തായാലും ഡൈവേഴ്സിലോട്ട് വന്ന വക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ആനന്ദിനും തന്റെ ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാം, നിന്നെ ഞാൻ കൈവിടില്ല എന്ന് ആ കാമുകിക്ക് ആനന്ദ് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ സമയം നമ്മുടെ മീനു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബാലനോടും ഗോമതിയോടും ചെന്ന് പറയാണ്. അതായത് ആനന്ദേട്ടനും ദേവിയേച്ചിയും തമ്മിൽ നല്ലൊരു രീതിയിലല്ല, ആനന്ദേട്ടന് ഇപ്പൊ വേറൊരു റിലേഷൻ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന ബാലനും ഗോമതിക്കും വല്ലാത്തൊരു ഞെട്ടലാണ്. ഒരിക്കലും ആനന്ദ് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ല, അവൻ എന്തു പറ്റി? ഗോമതിയൊക്കെ ആകെ അങ്ങ് ഇതായി പോവേണ് കേട്ടോ.
അങ്ങനെ ആനന്ദ് വീട്ടിൽ വരുന്ന സമയത്ത് ഇതെല്ലാവരും ചർച്ച ചെയ്തിരിക്കുന്ന സമയത്ത് ആനന്ദ് വീട്ടിൽ വരികയാണ്. അപ്പൊ ബാലനും ഗോമതിയൊക്കെ ഉണ്ട്. അപ്പൊ ചോദിക്കും, നീ നീ എന്ത് ഉദ്ദേശത്തിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തുറന്നു പറയണം എന്ന് പറയണം. അപ്പോഴാണ് ആനന്ദ് സത്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് എനിക്കിനി എന്റെ ജീവിതത്തിൽ ദേവിയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അവളും അവളെ കുടുംബവും വരുത്തി വെച്ച ഒരു നാണക്കേട് അത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞിട്ട് ആ സത്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഗോമതി ആനന്ദിനെ നല്ലൊരു അടിയും കൊടുക്കാൻ കേട്ടോ. നീ എന്താടാ പറഞ്ഞത്? നമ്മുടെ മകളെ പോലെയാണ്ടാ ദേവി ഇവിടെ, അവളെ വേണ്ടാന്ന് വെക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞ് ഇത് പറയുമ്പോ തന്നെ നമ്മുടെ ഗോമതി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാലനും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മുടെ ആനന്ദ് അവിടെ പറയാണ്. അതായത് ഉദയഭാനുവിനെ കുറിച്ചും നമ്മുടെ ദേവിയുടെ അമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സത്യങ്ങളും ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന, പണം മോഷ്ടിക്കുന്നതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ദേവി ഒരു നിസ്സഹായെ പോലെ അവിടെ നിൽക്കാനേ ദേവിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവരെ ഉദയഭാനുവിനെയും അയാളുടെ ഭാര്യയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. പക്ഷെ എങ്കിലും ദേവിയോട് അവര് പൊറുക്കാൻ തയ്യാറാണ്. ആര്? ബാലനും ഗോമതിയും ബാക്കിയുള്ളവരൊക്കെ. പക്ഷെ ആനന്ദ് ദേവിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ എന്ന് കരുതി ആനന്ദിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനൊന്നും പറ്റില്ലോ. ദേവി അവരെ കൂടെ നിന്നു. അച്ഛനമ്മ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അത് കുടുംബത്തിൽ ഇവിടെ ദേവമംഗലത്ത് തുറന്നു പറഞ്ഞില്ലാത്തത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ദേവിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ബാലൻ തീരുമാനിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അത് കൂടാണ്ട് നമ്മുടെ അനുശ്രീ കോടതിയിൽ നമ്മുടെ അലോകിന് എതിരെ കേസ് ഒക്കെ കൊടുത്ത് കേസൊക്കെ നടക്കുകയാണ്. പക്ഷെ അതിനിടയിൽ അനന്തനും അച്യുതനും കൂടെ ചേർന്നിട്ട് ഒരുപാട് പണം മുടക്കിയിട്ട് നമ്മുടെ അലോകിനെ പുറത്തിറക്കുന്നുണ്ട്. പക്ഷെ ജയിലിൽ നിന്നും വന്ന അലോക് വല്ലാത്തൊരു സൈക്കോ മൈൻഡിലോട്ട് പോവുകയാണ്. കാരണം ഭയങ്കര സൈലന്റ് ആയി പോകട്ടോ. ആരോടും ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരു മൂകനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട രാജശ്രീ കിടന്ന് ഭയങ്കര സങ്കടമാണ്. എന്റെ മകൻ എന്ത് പറ്റി? അവള് കാരണം എന്റെ മകന്റെ ജീവിതം പോയി. ഇനി എന്ത് ചെയ്യും അമ്മ, എന്ത് ചെയ്യും അച്ചുവേട്ട പറ എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അനന്തം പറയുന്നുണ്ട്, ഇവൻ എന്താ പറ്റിയത്? ഒന്നും മിണ്ടുന്നില്ല, ആരോടും ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. ആകെ ഒരു വന്നപ്പോ ഉള്ള ഒരു റൂമിൽ തന്നെയുള്ള ചടഞ്ഞു കൂടി ഒരു ഇരിപ്പാണ്. ആ സമയത്ത് രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല അനന്തേട്ട. എന്നിട്ട് അച്യുതന്റെ അടുത്ത് പറയും, അന്ന് അനന്തേട്ടൻ കൊണ്ടുവന്ന ഒരു വിവാഹാലോചന ഉണ്ടല്ലോ, നമുക്ക് അവനൊരു വിവാഹം കഴിപ്പിക്കാം. അപ്പോഴേക്കും അനന്തം പറയും, നീ എന്താ രാജശ്രീ പറയണത്? ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ എങ്ങനെയാ ഈ വിവാഹമൊക്കെ? അവരെ അത് അന്വേഷിക്കുമ്പോ കോടതിയിലൊക്കെ ഇങ്ങനെ പോയി വരുമ്പോ അതൊക്കെ അറിയില്ലെന്ന് പറയാം. ആരും അറിയാൻ പോകുന്നില്ല. എത്ര പണം കൊടുത്തിട്ടാണെങ്കിൽ ഈ കേസ് ഒന്ന് പിൻവലിക്കുക, എന്നിട്ട് നമുക്ക് അവന്റെ കല്യാണം നടത്താം. അപ്പൊ ഇന്ദിരാമയുടെ ഉള്ളില് അനുവിനെയും അലോകിനെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ ബാലൻ അനുവിനെ ഇനി എന്തായാലും കൃഷ്ണമംഗലത്ത് വിടില്ല എന്ന് ഇന്ദിരാമയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇന്ദിരാമയെ അത് സപ്പോർട്ട് ചെയ്യാണ്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോ അലോകിനെ ഇങ്ങനെ ഒരു മൂകനായിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവനൊരു ഒരു ലൈഫൊക്കെ വരുമ്പോ ചിലപ്പോ ഒരു മാറ്റം വരുമായിരിക്കും എന്ന രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കേസ് അങ്ങ് നിർത്താനായിട്ട് അവര് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ്. അപ്പൊ പൈസ എറിഞ്ഞ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം നമ്മുടെ രാജശ്രീ എന്നെ പറയുന്നുണ്ട് നന്ദിനിയേട്ടത്തിയുടെ അടുത്ത്, നന്ദിനിയേട്ടത്തി മിത്രയെ കൊണ്ടൊന്ന് പറയിപ്പിക്കാവോ? ദേവമംഗലത്ത് മിത്ര പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അവര് സമ്മതിച്ചാലോ ഈ കേസ് പിൻവലിക്കാൻ? അലോകിന്റെ ജീവിതത്തെ ഓർത്തെങ്കിലും ഏട്ടത്തി ഒന്ന് അവളോട് സംസാരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദിനി മിത്രയെ കാണുകയും ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മിത്ര പറയുന്നുണ്ട്, അമ്മ എന്നാ എന്റെ അവസ്ഥയാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അമ്മ ഇങ്ങനെ പറയോ? അലോക് ചെയ്ത തെറ്റ് അത്രത്തോളം വലുതല്ലേ അമ്മ? അപ്പൊ നന്ദിനി പറയും, മോളെ എന്ത് തന്നെ ആയാലും അവൻ നിന്റെ സഹോദരനാണ്, നീ അത് ഓർക്കണം. തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ഇപ്പൊ അനുവും ഇവിടെ വന്നിട്ടാണെങ്കിലും ഇപ്പൊ ഇത്രയും ശിക്ഷ അവൻ അനുഭവിച്ചു. ഇനി അവനെ ശിക്ഷിക്കണോ? നീ ഒന്ന് സംസാരിക്കുക അമ്മ. ഞാൻ അവരോട് ബാലച്ചനോടോ അല്ലെങ്കിൽ അപ്പച്ചിയോടൊക്കെ സംസാരിക്കാം, അവരത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മോൾ ഒന്ന് സംസാരിക്കുന്ന പറഞ്ഞ് നന്ദിനി പറഞ്ഞ് മിത്ര വീട്ടിൽ പോവേണം കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അനന്തനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് രാജശ്രീയും നമ്മുടെ അച്യുതനും കൂടെ ആ അമേരിക്കക്കാരന്റെ കല്യാണം, കാരണം വെച്ചാൽ ആ കല്യാണ പെൺകുട്ടി അലോക് കണ്ടിട്ടുമുണ്ട്, ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കല്യാണം ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്ദിരാമയും പറയുന്നുണ്ട്, ഇനിയിപ്പോ അലോകിനെ ഇങ്ങനെ നിർത്തേണ്ട
കാര്യമില്ല. എത്രയും വേഗം നമുക്ക് ആ കല്യാണം അങ്ങ് നടത്താം എന്നുള്ള രീതിയിൽ. അപ്പൊ അടുത്ത ഒരു കേസ് വിചാരണ കഴിഞ്ഞു, അടുത്ത കേസ് വിചാരണ വരെയാണ് കേട്ടോ. അപ്പോ അനുമോളും കോടതിയിൽ പോകണം. അപ്പൊ ആദ്യ റൗണ്ട് കേസിന് വിചാരണയ്ക്ക് പോയ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യങ്ങളാണ് അനുവിനോട് ചോദിക്കുന്നത്. കാരണം വക്കീലല്ലേ, വക്കീലന്മാരാകുമ്പോ എതിർ ടീമുകാര് അവര് പല രീതിയിലുള്ള മോശം ക്വസ്റ്റ്യങ്ങളും ഒക്കെ ചോദിക്കും. അനുവിന് അത് മാനസികമായിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഒരു റൗണ്ട്സിന് പോയ സമയത്ത് അനു ബാലനോട് പോലും തീരുമാനം എടുക്കാണ്ട് ഒരു കാര്യം ചെയ്യാൻ കേട്ടോ കോടതിയില്. അതായത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം താൻ തന്നെയാണ് താലി ചാർത്തി എന്നുള്ള കാര്യങ്ങളും, പിന്നെ അതനുസരിച്ച് കൃഷ്ണമംഗലത്തേക്ക് പോയത് തന്റെ ഇഷ്ടപ്രകാരം എന്നൊക്കെ അനു കോടതിയിൽ പറയുന്നുണ്ട്. അപ്പൊ എതിർഭാഗം വക്കീല് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് അനുവിനെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് കണക്കിലെടുത്ത് അനു ബാലനോട് പോലും ആലോചിക്കാണ്ട് ആ കേസ് ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എനിക്ക് ഈ കേസ് ഇവിടെ വെച്ച് എനിക്ക് നിർത്തണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ കോടതി ഇങ്ങനെയായിട്ട് കയറി ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ ക്ഷമിച്ച്, കോടതി എന്നോട് ക്ഷമിച്ച് ഇത് പിൻവലിച്ച് തരണമെന്ന് പറയുന്നുണ്ട്. കാരണം എന്റെ ഭാവി ഓർത്ത് അല്ലെങ്കിൽ അയാളുടെ ഭാവി ഓർത്തിട്ടാണെങ്കിലും കോടതി പിൻവലിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ബാലൻ ഞെട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അനു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചില്ല. ആ സമയത്ത് അലോക് അനുവിന്റെ മുഖത്ത് നോക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയേറെ ഞാൻ അവളോട് ദ്രോഹം ചെയ്തെങ്കിലും അവൾ ഈ കേസ് പിൻവലിച്ച് അവളുടെ ഭാവിക്കും എന്റെ ഭാവിക്കും സുരക്ഷിതമായിട്ടുള്ള രീതി ചെയ്യുന്നല്ലോ. അവൾക്ക് അലോകിന് വല്ലാത്തൊരു വിഷമാവേണം. അങ്ങനെ കോടതിയിൽ ആ കേസ് അവര് പിൻവലിക്കുകയാണ്. എന്റെ അനു വെളിയെ ഇറങ്ങുന്ന അനു ആ ബാലനോട് ചെന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്നോട് പൊറുക്കണം, അച്ഛനോട് ആലോചിക്കാണ്ടാണ് ഈ തീരുമാനം ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛ, കാരണം എന്ന് വെച്ചാൽ ഞാന് ആ കൃഷ്ണമംഗലം വീട്ടിൽ ചെന്നപ്പോ മുത്തശ്ശിയും അതുപോലെ ചെറിയമ്മയും അവരൊക്കെ എന്നോട് പെരുമാറിയത് നല്ലൊരു രീതിയിൽ ഒരു മോളെ പോലെയാണ് എന്നെ കയറിയത്. അവരുടെ സങ്കടം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അച്ഛ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ബാലജൻ പറഞ്ഞു, അത് സാരമില്ല, എന്റെ മോൾ ഏത് തീരുമാനം എടുത്താലും ഈ അച്ഛന് സമ്മതമാണെന്ന് പറഞ്ഞ് അനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം നമ്മുടെ അലോക് അനുവിന്റെ അടുത്ത് വരെയാണ്. വന്നിട്ട് അനുവിന്റെ അടുത്ത് പറയും, ഞാൻ മനസ്സറിഞ്ഞ് നിന്നോട് ഞാൻ മാപ്പ് പറയാണ്. ഞാൻ നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ദ്രോഹങ്ങൾക്കും ഒരിക്കലും മാപ്പ് തരാൻ പറ്റില്ല എന്നറിയാം, എങ്കിലും എന്റെ മനസ്സറിഞ്ഞ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയാം. അപ്പൊ അനു മുഖം തിരിഞ്ഞു നിൽക്കട്ടോ. എന്നിട്ട് പറയും, ഞാൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം, നീ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് മാപ്പ് പറയണം കേട്ടോ. അപ്പോഴനു പറയും, എനിക്ക് നിന്റെ ഒരു മാപ്പും വേണ്ട, ഞാൻ ഈ കേസ് പിൻവലിച്ചത് നിന്നെ ഓർത്തിട്ടൊന്നുമല്ല, എന്റെ മുത്തശ്ശിയും വല്യച്ഛന്മാരെയും അവരെയൊക്കെ ചെറിയച്ഛനെയൊക്കെ ഓർത്തിട്ട് മാത്രമാണെന്ന് പറയാം. എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ, ബാലിന്റെ ഒപ്പം പോവാണ്. പക്ഷെ അലോകിന് ഭയങ്കര ഷോക്കായി പോവാണ്. അനു അങ്ങനെ മുഖത്തടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അലോക് ആ നിമിഷം മുതൽ അനുവിനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും നാള് അവൾ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇനി അവൾ ഇല്ലാണ്ട് ഒരു ജീവിതം പറ്റില്ല. അങ്ങനെ വീട്ടിൽ കൃഷ്ണമംഗലത്ത് എത്തുന്ന അലോക് തന്റെ അച്ഛനോടും വലിയച്ഛനോടും പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കുന്ന കല്യാണം എനിക്ക് സമ്മതമല്ല, എനിക്കിപ്പൊ വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലോട്ട് കയറി പോവാൻ കേട്ടോ. അപ്പൊ രാജശ്രീ ആകെ ഡള്ളായി പോണ, എന്താണ് അവൻ ഇങ്ങനെ പറയണത്, അവർക്കൊരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നത്. ഇതിൽ റിപ്പീറ്റേഷൻ വന്നോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് പ്രൊമോ ആയിട്ട് പറയാൻ ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ മുത്തുമണീസേ. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനലിൽ കറക്റ്റ് 9:30-ക്കുള്ളിൽ തന്നെ ഞാൻ മഴതോരും മുമ്പ് ഇടുന്നുണ്ട്. എല്ലാവരും 2 സീരിയലിനും സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് സാന്ത്വനം 2ന്റെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.